കൂട്ടുകാരെ, ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് തീയൽ വെക്കാം. നമ്മുടെ ഇവിടെയൊക്കെ തീയലെന്ന് പറയും, ചിലയിടത്ത് മസാലക്കറി എന്ന് പറയും. അപ്പം നമ്മളിവിടെ തീയലെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിന്നത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി കുറച്ച് പച്ചക്കറികളൊക്കെ വേണമായിരുന്നു. അപ്പം ഞാനതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 കിഴങ്ങാണ്. 2 കിഴങ്ങ്, വലിയ 2 കിഴങ്ങ് ഇതുപോലെ പീസാക്കി എടുത്തത്. പിന്നെ കുറച്ച് കൊച്ചുള്ളി, ഒരു 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മുരിങ്ങയ്ക്ക, 3 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വേണം. അതിലാദ്യം കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ അതിലേക്ക് 2 കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തേങ്ങ ഒന്ന് വറുത്തെടുത്ത് കൊണ്ടുവരാം. നിങ്ങളെല്ലാം ഇവിടെ വെന്തോന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മൾ കാണിച്ച് തന്നെ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ തീയലിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്ത് കൊണ്ടിരിക്കുകയാണ്. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണം. അപ്പം നമുക്ക് ആദ്യമേ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നീട് മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ പെരുംജീരകം, വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട്, പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ തേങ്ങ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് സമയം ഫാൻ്റെ അടുത്ത് എവിടെയെങ്കിലും വെക്കണം. കാരണം നന്നായിട്ട് ആറി വരണം. ഇതിൻ്റെ ചൂടാറിയിട്ട് വേണം നമുക്കിത് അരച്ച് എടുക്കാൻ. കുറച്ച് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികൾ കടുക് വറുത്ത് അതിലേക്ക് ഇടാം. നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കിഴങ്ങ്, ചെറിയ ഉള്ളി, മുരിങ്ങയ്ക്ക, പച്ചമുളക്, തക്കാളി, എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. നന്നായൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ആ എണ്ണയിൽ തന്നെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയത്തേക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള അരപ്പും കൂടെ റെഡിയാക്കാം. നമ്മുടെ പച്ചക്കറി ഇവിടെ വെന്തോ നോക്കാം. നമുക്ക് നോക്കാൻ ഉണ്ടായിന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു ചൂടിൽ തന്നെ അത് വെന്തോളും. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിലും ടേസ്റ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ്. ആ എണ്ണയിലും പച്ചക്കറിക്കുള്ളിലെ വെള്ളത്തിലും കൂടെ നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മളിവിടെ അരപ്പ് റെഡിയാക്കിയിരിക്കുന്നത് വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തിട്ടാണ്. എണ്ണമയത്തിലാണ് നമ്മൾ അരച്ചെടുത്തത്. ഇനി നമ്മൾ ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഉപ്പ് നോക്കി ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. വെന്തൊന്ന് പറ്റി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീയൽ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. തേങ്ങ ഒന്ന് വറുത്തെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.